അങ്ങനെ വെടിവെപ്പും ബോംബേറും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ടാസ്ക് ജയിച്ചിരിക്കുന്നത് നമ്മുടെ മുടിയൻ്റെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. ഇന്നലെയും ഈ ഒരു ടീമാണ് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ക്യാപ്റ്റൻ ആകാൻ പോകുന്ന ആ ടീമിൽ ആരെങ്കിലും ആയിരിക്കാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടീമിലെ ക്യാപ്റ്റൻ ആകുന്ന ആരാണോ അവർ തീരുമാനിക്കും ആരൊക്കെ പവർ ടീമിലേക്ക് വരണമെന്ന്. അപ്പം ടാസ്ക് അതായത് നമ്മുടെ പവർ ടീമാണ് ആദ്യം ഔട്ടായത്. അതിനുശേഷം ഒരു ബ്രേക്കായിരുന്നു. ബ്രേക്കിന് ശേഷം പിന്നീട് ഔട്ടായത് നമ്മുടെ അപ്സര ടീമാണ്. അപ്സര, നമ്മുടെ ഗബ്രി, അർജുൻ, സിജോ ഈ ഒരു ടീമിനെയാണ് പുറത്താക്കിയത്. അത് നമ്മുടെ ജിൻഡോയുടെ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് കേട്ടോ. അതായത് ജിൻഡോയും മുടിയൻ്റെ ടീമുമായിട്ട് ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കി. അതായത് അപ്സരയുടെ ടീമിന് പുറത്താക്കി. പിന്നീട് ഇവർ തമ്മിൽ ഒരു ഗെയിം കഴിഞ്ഞു. ആ ഗെയിമിന് ശേഷം നമ്മുടെ മുടിയൻ്റെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. മുടിയൻ 6 ബോംബാണ് ഈ ഒരു ടീമിലേക്ക് എറിഞ്ഞത്. നമ്മുടെ ജിൻഡോയുടെ ടീമിനകത്തോട്ട് എറിഞ്ഞത്. തിരിച്ച് ജിൻഡോയ്ക്ക് ഒരൊറ്റ ബോംബ് മാത്രം എറിയാനേ സാധിച്ചുള്ളൂ. അങ്ങനെ ആ ഒരു മുടിയൻ്റെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. അടിപൊളി ടാസ്ക് ആയിരുന്നു. നല്ല രീതിയിൽ ചെയ്തു. പിന്നെ കുറേ അലപ്പും വെപ്രാളവും പെരളിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കള്ളക്കളി കളിക്കാൻ പറ്റിയ ടാസ്കും ആയിരുന്നു. അപ്പോൾ എന്തായാലും ജയിച്ചിരിക്കുന്നത് നമ്മുടെ മുടിയൻ്റെ ടീമാണ്. ആ ഒരു ടീമിൽ നിന്ന് ആരാണ് ക്യാപ്റ്റനാകാൻ പോകുന്നതെന്നും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.